അപ്പോൾ മക്കളെ നമ്മുടെ +1 റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ടും കാര്യങ്ങളും പലരും മെസ്സേജ് അയക്കുന്നത് വിചാരിച്ച റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. നല്ല മാർക്ക് കിട്ടിയ കുട്ടികളും ഉണ്ട്. അപ്പോൾ ആ രേണു മിസ് ഇവിടെ ഉണ്ട്. രേണു മിസ്സിനോട് നമുക്ക് ചോദിക്കാം. മിസ്സേ, അപ്പോൾ എന്താണ് കുട്ടികളോട് പറയാനുള്ളത്? ആദ്യം തന്നെ നല്ല മാർക്സ് വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾക്ക് കൺഗ്രാജുലേഷൻസ്. ഇനിയിപ്പോ മാർക്ക് കിട്ടാത്ത, അതായത് എഫേർട്ട് ഇട്ടിട്ട് മാർക്ക് കിട്ടാത്ത കുട്ടികൾക്ക് ഒന്നും പേടിക്കാൻ, നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ മുന്നിലുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ നേരത്തെ പഠിച്ചതിലോ എന്തിലൊക്കെയോ കുറച്ചുള്ള മിസ്റ്റേക്സ് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഒരു ചാൻസ് കൂടെ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് +2 കൂടെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ തവണ എന്തൊക്കെ മിസ്റ്റേക്സ് ആണോ പറ്റിയിട്ടുള്ളത് അത് അവോയ്ഡ് ചെയ്തുകൊണ്ട്, അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇനിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നന്നായി തന്നെ എഴുതുക. ഓക്കെ, അത്രേ ഉള്ളൂ. ടെൻഷൻ ആവുക പിടിക്കൊന്നും വേണ്ട. ഒരു ചാൻസും കൂടെ ഉണ്ട് നിങ്ങൾക്ക്. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യല്ല, അവിടെ +2 ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക രണ്ടും, എന്നിട്ട് അങ്ങനെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ആരും വിഷമിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് അടിപൊളിയായിട്ട് പറ്റിയ തെറ്റുകളൊക്കെ തിരുത്താം. +2 നമ്മളെ മുന്നിലുണ്ട്.